ഹായ് ഹലോ എല്ലാവർക്കും ടാലൻറ്റ് രുചികളിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ നല്ല രുചിയിലും തയ്യാറാക്കാൻ പറ്റിയ ഒരു ഇഡ്ഡലിപ്പൊടി റെസിപ്പി കണ്ടു നോക്കാം. ഈ ഒരു റെസിപ്പി വർഷങ്ങളായിട്ട് അമ്മയൊക്കെ നാട്ടിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇത് ഞാൻ അമ്മ തയ്യാറാക്കുന്ന രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ എനിക്ക് നല്ല രുചി മാത്രമല്ല, മാസങ്ങളോളം ഒരു കേടും കൂടാതെ ഇത് സൂക്ഷിച്ചു വയ്ക്കാനും സാധിക്കും. അപ്പോൾ ഈ ഇഡ്ഡലിപ്പൊടി റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ഇത് തയ്യാറാക്കാനായി ചൂടായിരിക്കുന്ന ഒരു പാനിലേക്ക് 1 കപ്പ് ഉഴുന്നിട്ട് കൊടുക്കാം. ഇനി ഇത് ചെറു ചൂടിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഈ ഉഴുന്നിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് മൊരിഞ്ഞു വരുന്ന ഒരു മണം വരെ കേട്ടോ ഇതാക്കിയെടുക്കുന്നത്. ഏകദേശം ഒരു 7-8 മിനിറ്റ് കൊണ്ട് നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് ഒരു പാത്രത്തിനകത്തേക്ക് ഇട്ടേച്ച് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് മട്ടയരിയാണ്. ഞാനിതിപ്പോൾ ഏകദേശം 3/4 കപ്പ് മട്ടയരിയാണ് എടുത്തിരിക്കുന്നത്. ഇതും ഇതുപോലെ തന്നെ നന്നായിട്ട് മുരിച്ചെടുക്കാം. അരി എപ്പോഴും വറുത്തെടുക്കുന്ന സമയങ്ങളിൽ തീ നന്നായിട്ട് കുറച്ച് വെച്ച് തന്നെ ചെയ്തെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതും ആയി വന്നിട്ടുണ്ട്. ഇനി ഇതും തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് ഇതിലേക്ക് കടലപ്പരിപ്പാണ്. അതും ഇതുപോലെ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ചെറു തീയിൽ വെച്ച്. ഇനി ഇതിൻ്റെ കളറൊക്കെ മാറി ചെറുതായിട്ട് മൊരിഞ്ഞു തുടങ്ങുന്ന ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1 പിടി കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. കുരുമുളകും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം ശരിക്കും കുരുമുളകൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പുപൊടി ഈ ചെറുതീയിൽ തന്നെ ഒന്ന് വറുത്തെടുക്കുകയാണെങ്കിൽ പൊടിയുടെ അകത്തേക്ക് ഒട്ടും നനവിറങ്ങാതെ കേട് കൂടാതെ കുറേ കാലത്തേക്ക് ഇത് സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഉപ്പുപൊടിയും കൂടെ ചെറുതീയിൽ ഒന്ന് വറുത്തെടുക്കാം. ഇനി പാൻ ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടിയാണ് ചേർക്കുന്നത്. അത് ആ ചെറു തീയിൽ തന്നെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കിനി എടുത്ത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. ഇനി നമ്മൾ വറുത്തെടുക്കുന്നത് 1 പിടി വറ്റൽമുളക് കേട്ടോ. ഇത് കാശ്മീരി മുളക് വേണമെങ്കിലും എടുക്കാം, അതല്ലെങ്കിൽ പിരിയൻ മുളക് വേണമെങ്കിലും എടുക്കാം, നിങ്ങളുടെ എരിവനുസരിച്ച്. ശേഷം ഇതിലേക്ക് 2 പിടി കറിവേപ്പിലയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്ന കറിവേപ്പിലയൊക്കെ പൊട്ടിത്തുടങ്ങി വറ്റൽമുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പം നമ്മൾ നേരത്തെ വറുത്തെടുത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും തണുക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന കേട്ടോ ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഈ ഒരു പരുവത്തിലാട്ടോ ഇത് പൊടിച്ചെടുത്തിരിക്കുന്നത്. ചെറിയൊരു തരിതരിയായിട്ടാട്ടോ ഇത് കിട്ടുക. ഇനി ഇതിൻ്റെ ചൂട് നന്നായി പോയതിന് ശേഷം ഈർപ്പം ഒട്ടും ഇല്ലാത്തതും എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിലേക്ക് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. ഈ ചമ്മന്തിപ്പൊടിയിലേക്ക് ഒരല്പം നെയ്യോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ചേർത്ത് കഴിക്കുമ്പോൾ ഉള്ള ടേസ്റ്റ് അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. കൂടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഈ ഒരു റെസിപ്പി എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ള റെസിപ്പി കൂടിയാണ് കേട്ടോ. എൻ്റെ PG ടൈമിലൊക്കെ മെയിനായിട്ട് ക്യാൻറ്റീനിൽ നിന്ന് ഞങ്ങൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ ഇത്. ഈ ഇഡ്ഡലി പൊടിക്കകത്ത് നെയ്യ് കൂടെ ചേർത്ത് കഴിക്കുമ്പോഴത്തേക്ക് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെ മാത്രമല്ല, ഇതിൻ്റെ കൂടെ ഒരു അടിപൊളി ഗ്രീൻ ചട്നിയും കൂടി ഉണ്ട്. അതും കൂടെ ചേർത്ത് കഴിക്കുമ്പോഴത്തേക്കും സംഭവം പൊളിയാണ്. അപ്പോൾ ആ ഒരു റെസിപ്പി കൂടി ഞാൻ അധികം താമസിയാതെ തന്നെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരോടും ബോൺ അപ്പത്തീത്തോ.